നിമിഷം വന്നു ചേർന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ SSLCയുടെ റിസൾട്ട്, നമ്മുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്ന് തന്നെ പറയാം അല്ലെ. സോ നിങ്ങൾ എല്ലാവരും വളരെ ടെൻഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാരന്റ്സും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, വളരെ ആകാംക്ഷയോട് കൂടി ഇരിക്കുകയായിരിക്കും. അതായത് നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ചു അല്ലെങ്കിൽ ഫുൾ A+ ലഭിച്ചു എന്ന് അറിയുന്ന നിമിഷം നമ്മുടെ പാരന്റ്സിന്റെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് വിലമതിക്കാനാവാത്തതാണ്. സോ മെയ് 8-ാം തീയതി വൈകിട്ട് കൃത്യം 3 മണിക്ക് നമ്മുടെ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതായിരിക്കും. അപ്പൊ ഞാനിത് വന്നിരിക്കുന്നത് റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ചെക്ക് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ മക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയ് 8-ന് വൈകിട്ട് കൃത്യം 3 മണിക്ക് എല്ലാ ന്യൂസ് ചാനലുകളിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ് മീറ്റ് ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രസ് മീറ്റിലൂടെ ആയിരിക്കും SSLCയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. സോ ആദ്യം വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരളത്തിൽ മൊത്തം എത്ര കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്, ആ വിജയത്തിന്റെ ശതമാനം എത്രയാണ് അതിലൂടെ പറഞ്ഞു തരും. അതിനോടൊപ്പം തന്നെ എത്ര കുട്ടികൾക്ക് A+ ലഭിച്ചു, ഏത് ജില്ലയാണ് ഉന്നത വിജയം കൈവരിച്ചത്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ആദ്യം പറഞ്ഞു തരുന്നത്. അതിനുശേഷമാണ് SSLCയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുക. സോ ഈ പ്രസ് മീറ്റ് നടക്കുന്നതിന്റെ 10 മിനിറ്റോടകം നമുക്ക് ചിലപ്പോൾ റിസൾട്ട് ലഭിക്കും. അതല്ല എങ്കിൽ എപ്പോഴാണ് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ആ പ്രസ് മീറ്റിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. സോ എല്ലാവരും 3 മണിക്ക് തന്നെ തയ്യാറായിട്ടിരിക്കണം. സോ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? സോ റിസൾട്ട് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെബ്സൈറ്റുകളുമുണ്ട്. അതേപോലെ ചില ആപ്പുകളിലൂടെയും നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. എങ്ങനെ ആപ്പിലൂടെ റിസൾട്ട് ചെക്ക് ചെയ്യാം? അതായത് ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന സഫലം 2024 എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് താഴെ കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. ആ റിസൾട്ട് ഒന്നില്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം വീണ്ടും നിങ്ങൾക്ക് ഈ ആപ്പിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ധാരാളം വെബ്സൈറ്റുകളുണ്ട്. ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. അതല്ലെങ്കിൽ ധാരാളം വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ വെബ്സൈറ്റുകളെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. എടാ മക്കളെ നോക്കിക്കേ, ഇപ്പൊ 3 മണി എന്ന് പറയുന്നത് അല്ലെ, അതൊരു വല്ലാത്ത സമയമാണ്. കാരണം 3 മണിക്ക് നമ്മുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് വരാൻ പോകുന്നത്. അപ്പൊ 3 മണി മുതൽ നിങ്ങൾ എല്ലാവരും ഈ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ ഈ ആപ്പിലും ആക്റ്റീവ് ആയിരിക്കണം. കാരണം സമയം വൈകുന്തോറും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ താമസം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ പാരന്റ്സും ഒക്കെ റിസൾട്ട് അറിയാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ എല്ലാവരും ഒരുമിച്ച് ഈ സൈറ്റിലും ഈ ആപ്പിലും ഒക്കെ കയറുമ്പോൾ സൈറ്റ് ജാം ആവാനും ഹാങ് ആവാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കണമെങ്കിൽ 3 മണി മുതൽ തന്നെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. സോ ലേറ്റ് ആകും തോറും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനും ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട, ഭയം വേണ്ട, ഇനി നമുക്ക് ജാഗ്രതയും വേണ്ട അല്ലെ. സോ ഏകദിന് നിങ്ങളുടെ മേലെയും നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ മേലെയും നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മേലെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. സോ പേടിക്കാതെ റിസൾട്ട് നോക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി 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 ബെസ്റ്റ്. സോ നമുക്കിനി റിസൾട്ട് കഴിഞ്ഞിട്ട് കാണാം ചിൽഡ്രൻ. ബൈ.